രഞ്ജിതാസാവകാശ വിധൃത ജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീല. അമ്മേ നാരായണ ജാലാകരാളമത്യുഗ്രം ശേഷാസുരസൂദനം ത്രിശൂലം വധുനോ ഭീതേ ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശിവായേ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമഃ ചണ്ഡികായേ നമോ. ഓം നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. രാമ 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 പാഹി മാം. രാമ 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 രക്ഷ മാം. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഓം നമഃ ശിവായ നമോ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം രാം രാമായ നമഃ. ഓം രാം രാമായ നമഃ. ഓം രാം രാമായ നമഃ. സ്വരന്മകുടപത്രകുണ്ടല വിഭൂഷിതം ചമ്പകശ്രജാകലിതഗന്ധരം കരയുഗേന ശക്തിം ഭവിന്ദധാനമഥവാ കടീകലിതവാമഹസ്തേഷ്ടത ഗുഹം കുസുമഭാസുരം സ്മരതു വീതവാസോ വസം. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര. ബാലാർക്കായുധതേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്തവാനരഗണൈ സംസേവ്യപാദാംബുജം നാഥേനൈവ സമസ്ത രാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീമദ് രാമപദാംബുജ സ്മൃതിരതം ധ്യായാമി വാദാത്മജം. ധ്യായാമി വാദാത്മജം. ധ്യായാമി വാദാത്മജം. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ. ഓം. മുരുകസന്നിധിയിൽ വീണ്ടും ഒരു വർഷവും കൂടി രാമായണ സഭയ്യ കർക്കിടക മാസം മുഴുവൻ സംഘടിപ്പിച്ചിരിക്കുന്ന രാമായണ പാരായണവും രാമായണത്തിലൂടെ ഒരു പര്യടനം നടത്തലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യവും. പ്രത്യേകിച്ചും ഇന്നത്തെ സബ്ജക്റ്റ്, ഇന്നത്തെ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്ന വളരെ അനുയോജ്യം എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് തോന്നിയ ലങ്കാ തരണം, അല്ലെങ്കിൽ ഈ പറയ സമുദ്ര തരണം. തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക, അതിലംഘിക്കുക, കടന്നു കയറുക. അത് നിഷ്പ്രയാസം ചെയ്തു തീർത്ത രാമഭക്തൻ ആ രാമഭക്തൻ്റെതായിട്ടുള്ള ചെയ്തികൾ അഥവാ അദ്ദേഹം കാട്ടിയ അത്ഭുതകരമായിട്ടുള്ള വിക്രമങ്ങൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇന്ന് വിഷയമായിട്ട് ഇട്ടിരിക്കുന്നത്. സീതാദേവിയും മാരുതിയും തമ്മിലുള്ള സംവാദം, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും
അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുന്നതും ശ്രീരാമചന്ദ്രൻ കൊടുത്തുവിട്ട അടയാളം, തൻ്റെ അങ്കുലീയവും അടയാളവാക്യവും ഇതെല്ലാം തന്നെ കേൾപ്പിച്ച ശേഷം സീതാദേവി കൊടുക്കുന്ന അടയാളവും ചൂടാമണി അടയാളവാക്യവും ഇതെല്ലാം തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം അഥവാ വിവരങ്ങളെല്ലാം തന്നെ വയ്ക്കുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു ദൂത് ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന ഹനുമാൻ നടത്തുന്ന രംഗങ്ങളാണ് ഇന്നത്തെ വിഷയം. ഹനുമാൻ എന്ന് പറയുമ്പോഴേ തന്നെ രാമഭക്തി വിട്ടിട്ട് മറ്റൊരു ഭക്തിയും അദ്ദേഹത്തിന് ആവശ്യമില്ല. കൃഷ്ണ എന്ന് പറയാൻ തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ല. കൃഷ്ണാവതാര സമയത്തും ഈ ശ്രീരാമചന്ദ്രനെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എപ്രകാരമാണോ ഹനുമാൻ പ്രവർത്തിച്ച അതുപോലെ തന്നെ കൃഷ്ണാവതാര കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുണ്ട്. ആ സന്ദർഭം ഒന്ന് മനനം ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. ഒരിക്കലും മരിക്കാത്ത ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാനെയാണ് നാം ഇവിടെ കാണുന്നത്. കദളീവനത്തിൽ അവിടെ വളരെയേറെ വൃദ്ധനായ ഒരു കുരങ്ങന്റെ ഭാവത്തിൽ കിടക്കുന്ന ഹനുമാനെ തരണം ചെയ്തുകൊണ്ട് ഭീമസേനൻ പോകേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ തൻ്റെ ഭാര്യ പാഞ്ചാലിയുടെ ആവശ്യാനുസരണമാണ് കല്യാണ സൗഗന്ധികം. അത് തേടിക്കൊണ്ട് പോകുമ്പോഴാണ് കദളീവനത്തിൽ തൻ്റെ അനുജന്റെ വരവ് പാർത്ത് അവിടെ കാത്തിരിക്കുന്ന ഹനുമാൻ വളരെയേറെ വയസ്സായ ഒരു കുരങ്ങന്റെ വേഷത്തിൽ കിടക്കുമ്പോൾ യാത്രാമധ്യത്തിൽ നിന്ന് മാറാൻ പറയുന്ന രംഗം. മാറാൻ കൂട്ടാക്കാതെ അവിടെ കിടക്കുന്ന ഈ വൃദ്ധന്റെ വാലെല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ഭീമസേനന്റെ ഒരു ശ്രമം. ആ സന്ദർഭത്തിലാണ് വാല് പോലും അദ്ദേഹത്തിന്റെ ഗത കൊണ്ട് മാറ്റാൻ പറ്റാതെ വായുപുത്രൻ തന്നെയായിട്ടുള്ള ഭീമസേനൻ പരാജയപ്പെടുന്നത്. ഇവിടെ രണ്ട് സഹോദരന്മാർ, രണ്ടുപേരും വായുപുത്രന്മാർ. അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സമ്മേളിക്കുന്ന രംഗം, അത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നതിൽ നിന്ന് സഹോദര വിശേഷമായിട്ടുള്ള ലാളന പരിലാളന, അതിലൂടെ ഈ ഹനുമാൻ കാട്ടുന്ന ഒരു അനുകമ്പ കൂടി ഇവിടെ വാസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കല്യാണ സൗഗന്ധികം കഥകളി കണ്ടു കാണും. അതിൽ പ്രഗത്ഭന്മാര് വാഴങ്കേട കുഞ്ഞുനായരെ പോലുള്ളവരും അതുപോലെ കലാമണ്ഡലം രാമൻകുട്ടി നായരെ പോലുള്ളവരും ഒക്കെ ഹനുമാന്റെ വേഷം കെട്ടിയാടുന്ന രംഗത്ത് അഷ്ടകലാശം എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു കലാശം അത് ചവിട്ടുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. അഷ്ടകലാശം ആടുക വളരെ ദുഷ്കരമായിട്ടുള്ള ഒന്നാണ്. ഈ അഷ്ടകലാശം അവിടെ തെറ്റാനിടയുണ്ട്. ചെണ്ടയിലും തെറ്റും, മദ്ദളത്തിലും തെറ്റും, ആട്ടത്തിലും തെറ്റും, നടനം തെറ്റും. അപ്പോൾ എല്ലാവർക്കും തന്നെ തെറ്റാനുള്ള ഒരു സാധ്യതയുള്ള അഷ്ടകലാശം ആനന്ദത്തിന്റെ അങ്ങേയറ്റത്തൊരവസ്ഥയെ കാണിക്കുന്ന ഒന്നാണ്. ഈ ആനന്ദത്തെ കാണിക്കുന്ന അഷ്ടകലാശം പല ഇടങ്ങളിലും കഥകളിയിൽ ആവിഷ്കരിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മനസ്സിമമ കിമപിപത മമത പെരുകുന്നു ഉള്ളിൽ അനിലസുതൻ ഇവനെന്റെ അനുജനല്ലോ. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു മമത കടന്നുകൂടുന്നു. അങ്ങ് ഈ കദളീവനമെല്ലാം തന്നെ തല്ലിത്തകർത്ത് പോരുന്ന ഇയാളെ കണ്ടപ്പോൾ ഇങ്ങനെ എന്താ ഈ മനസ്സിൽ ഇത്രമാത്രം താല്പര്യം വരാൻ കാരണമെന്ന് നോക്കിയപ്പോഴാണ് ഇയാൾ എൻ്റെ അനുജനല്ലോ. തൻ്റെ അനുജനാണെന്നുള്ള ചിന്തയിലാണ് ആനന്ദം, അതിൻ്റെ അതിരേകം. അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള വിഷയം നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ക്ഷേത്രം വെച്ചിട്ടുള്ളതും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നതും ഇവിടെ മുരുകൻ അല്ലെങ്കിൽ അപ്പറേ തൃപ്രയാറ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ സ്ഥാപിച്ച് അവിടെയെല്ലാം തന്നെ ആരാധനാദികൾ നടത്തുന്ന മുഴുവൻ ആനന്ദ അതിരേകത്തിന് വേണ്ടിയിട്ടാണ്. സത്യജിത്ത് എന്ന് പറയുന്ന രണ്ടും നമുക്ക് കൈമുതലാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ആൻഡ് നോളജ്. അപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്ന അസ്തിത്വവും അതുപോലെ ജ്ഞാനം എന്ന് പറയുന്ന ചിത്തും നമുക്ക് ജന്മനാ തന്നെ സിദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇല്ലാതെ പോയത് ആനന്ദമാണ്. സത്യജിത്ത് ആനന്ദം. സത്യജിത്തും അതിൻ്റെ കൂടെ ആനന്ദവും കൂടി കടന്നുകൂടിയാൽ നമ്മൾ ഈശ്വര സദൃശന്മാരായി. നമ്മൾ എന്തിനാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ മാനവൻ മാധവനായി മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിദ്ധികളെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ട് ജീവിതം ധന്യമാക്കി സാധന എന്ന് പറയുന്ന ഉപാസനയിലൂടെ ഒരു സൂപ്പർമാൻ, ഒരു അതിമാനുഷ്യനായി കഴിഞ്ഞാൽ അതാണ് നേട്ടം. ഇന്ന് അതില്ലാത്തതിൻ്റെ പോരായ്മയാണ് ഈ കെടുതികളെല്ലാം.
പ്രകൃതിയെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രകൃതിക്ക് അതീതമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് പകരമായിട്ട് പ്രകൃതിക്ക് അധീനരാണ് നമ്മൾ. പ്രകൃതിയിൽ ക്ഷോഭം, അത്തരത്തിൽ പലതും ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ പേടിച്ചരണ്ട് അതിന് വിധേയരായിട്ട് നാശോന്മുഖമാകുന്നൊരവസ്ഥ, അത് വാസ്തവത്തിൽ നമുക്ക് യോജിച്ചതല്ല. അതിനാണ് ഈ സാധന. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹത്തെ വാസ്തവത്തിൽ പരീക്ഷിക്കാനായിട്ട് എത്രയെത്ര രൂപങ്ങളാണ് ഈ സമുദ്ര ലംഘന വേളയിൽ കടന്നു വന്നത്. പലരും ഇങ്ങനെ കടന്നു വന്ന കൂട്ടത്തിൽ മൈനാകം പോലും ഹിമവാന്റെ പുത്രനായിരിക്കുന്ന ആ പർവ്വതം അതുപോലും ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അല്പനേരം വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും അംഗീകരിക്കാതെ, വേണ്ട, എനിക്ക് വിശ്രമമില്ല, രാമന്റെ ദൂതനായിരിക്കുന്ന ഞാൻ അങ്ങ് ചെന്ന് സീതാദേവിയെ കണ്ടിട്ടേ വിശ്രമിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനുള്ള നിശ്ചയം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യം, ഉണരുക, അങ്ങനെ ഉണർന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ തുടരുക നമ്മുടെ യാത്ര. അതിനൊരു അവസാനം ഒരിക്കലും വരരുത് ലക്ഷ്യം കാണുന്നവരെ. അപ്പോൾ ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്ന അത് സാധിക്കുന്നവരേക്ക് വിശ്രമമില്ല എന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ളൊരു ഭാവവും ഇദ്ദേഹത്തിലുണ്ട്. അങ്ങനെ പല പല ഗുണങ്ങൾ. ഇവിടെ അനുജനെ കാണുന്നതോടുകൂടി അനുജന്റെ ബലം അത് പരീക്ഷിച്ചു നോക്കാനുള്ളൊരു ത്വര നമ്മളെല്ലാവർക്കും ഉണ്ടാകും. കാരണം നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജനിച്ച് ജീവിച്ചു പോരുന്ന ആ വ്യക്തികളുടെ കഴിവുകളെല്ലാം തന്നെ മാറ്റുരച്ചു നോക്കിക്കൊണ്ട് ജീവിതത്തിൽ അവർക്ക് കോട്ടമാണോ നേട്ടമാണോ ഉണ്ടാകുക എന്നുകൂടി അറിയാനൊരു ആഗ്രഹം നമുക്കുണ്ടാകുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു അനുജൻ എന്നുള്ള രീതിയിൽ അടുത്തു വരാനിരിക്കുന്ന യുദ്ധക്കളത്തിൽ ഇദ്ദേഹം പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ കരുത്ത്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ യോഗ്യനാണോ എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദർഭമാണ് ഈ കല്യാണ സൗഗന്ധിക വേദിയിൽ അല്ലെങ്കിൽ വേളയിൽ കദളീവനത്തിൽ കിടക്കുന്ന വളരെ വൃദ്ധനായ ആ വേഷത്തിൽ കിടക്കുന്ന ത്രേതായുഗത്തിലെ രാമന്റെ ദൂതനായിരിക്കുന്ന ഹനുമാൻ ഇതാ ഈ പറയുന്ന ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര സമയത്ത് തൻ്റെ തന്നെ സഹോദരനായിരിക്കുന്ന ആ മാരുതപുത്രൻ തന്നെയായിട്ടുള്ള ഈ പറഞ്ഞ ഭീമസേനുമായിട്ട് കണ്ടുമുട്ടുന്നത്. അവിടെയെല്ലാം തന്നെ ഹനുമാനെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പല സംഗതികളും അറിഞ്ഞുകൊണ്ട് വേണം സേവിക്കാൻ. നമ്മൾ തൃപ്രയാർ ചെല്ലുമ്പോൾ തൃപ്രയാർ തേവരെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയണം, സീതാസഹിതനായിട്ട് സീത ശ്രീരാമന്റെ കൂടെ എപ്പോഴും ഉള്ളതാണ്. എപ്പോഴും തൻ്റെ കൂടെയുള്ള ഈ സീതയും ശ്രീരാമചന്ദ്രനും വസിക്കുന്നത് ഹനുമാന്റെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, അതായത് സീതാരാമന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിതാന്തം ഉപാസിച്ചു പോരുന്ന ഒരു ഉപാസകൻ, അയാളെ സംബന്ധിച്ചിടത്തോളം സീതയും അതുപോലെ ജാനകിയും അന്യരല്ല. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ ഗീതാവാക്യം പോലെ തന്നെ നമ്മൾ എവിടെയാണ് ഈശ്വരനെ കാണേണ്ടത്? ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയം എന്ന് പറയുന്ന നെഞ്ചിൻ കുഴി, ആ നെഞ്ചിൻ കുഴി എന്ന് പറയുന്ന മധ്യഭാഗം, അവിടെയാണ് ഈ പറയുന്ന മുഷ്ടി എന്ന് പറയുന്ന മുദ്ര പിടിച്ച് നമ്മൾ ബലമായിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുന്ന നേരം അതിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അങ്കുഷ്ടം, തള്ളവിരൽ എന്ന് പറയുന്ന ആ വലിപ്പത്തിൽ ഈശ്വരനെ കാണാൻ കഴിയണം ഒരു ഭക്തന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനുപാതികമായിട്ട് പ്രപ്പോർഷനേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ നീളവും വീതിയും കനവും ഇതെല്ലാം തന്നെ വച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈശ്വരന്റെ വലിപ്പം എത്ര എന്ന് ഋഷീശ്വരന്മാർ നമുക്ക് ഇട്ടു തന്നിരിക്കുന്ന അങ്കുഷ്ടമാത്രം. ഈ വലിപ്പത്തിലാണ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ശ്രീകൃഷ്ണ പരമാത്മാവ് കടന്നത്. ഉത്തരയുടെ ഗർഭത്തിലേക്ക് കടക്കാൻ എന്തേ കാരണം? പാണ്ഡവന്മാരുടെ പരമ്പരയിൽ ഒരുത്തൻ ജനിച്ചിരിക്കുന്നു ഗർഭപാത്രത്തിൽ. പക്ഷേ ദുഷ്ടനായിരിക്കുന്ന അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം കൊടുത്തുവിട്ട് നശിപ്പിക്കുമെന്നുള്ള മട്ടായപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അനിവാര്യമായി തീർന്ന സന്ദർഭത്തിൽ തള്ളവരലിന്റെ വലിപ്പത്തിൽ അവിടെ കയറി എന്ന് ഭാഗവതം. അതേ ഭാഗവത്തിൽ തന്നെ നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കാണുന്നു, ഏതൊരു ഹിരണ്യാക്ഷനാണോ ഭൂമിയെ അതിൻ്റെ യഥാർത്ഥ ഓർബിറ്റിൽ നിന്ന് ഭ്രമണവീതിയിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോയി ആ ഭ്രമണവീതിക്ക് വ്യതിചലനം വരുത്തിയത്, അത്തരത്തിലുള്ള ദുഷ്ടനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കിടത്തിയാടുന്ന പന്നിക്കുട്ടി, അതിൻ്റെ വലിപ്പവും അങ്കുഷ്ടമാത്രം, തള്ളവരലിൻ്റെ വലിപ്പത്തിൽ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമ്മൾ തൃപ്രയാർ പോകുമ്പോഴും ഇവിടെ ഈ പറയുന്ന ശിവപുത്രനായിരിക്കുന്ന മുരുകനെ ഉപാസിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ ഈശ്വരന്റെ വലിപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ആനുപാതികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണേണ്ടത് ഈ അങ്കുഷ്ടമാത്ര തുല്യനായിട്ട് കാണുക. മുഷ്ടി എന്ന് പറയുന്ന ഈ മുദ്ര 24 മുദ്രകളിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മുദ്രയാണ്.
ആ മുദ്ര ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ദൃഢത, ഈ മുഷ്ടി ഇങ്ങനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കറേജ് കൺവിക്ഷൻ, അത് നമ്മൾ ദൃഢത എന്ന് പറയും. നമ്മൾ ദൃഢന്മാരാകണം, നമ്മുടെ മനസ്സെല്ലാം തന്നെ സുദൃഢമാകണം, ശരീരം അതുപോലെ തന്നെ അലോക ദൃഢമാകണം. അങ്ങനെ എല്ലാ തരത്തിലും ദൃഢമാകുമ്പോഴാണ് ഈ മുഷ്ടി ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നത്. മുഷ്ടി യുദ്ധം വേറെ. ഏതായാലും ഈ മുഷ്ടി എന്ന് പറയുന്ന മുദ്ര, അത് ഈ മാറത്തിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അവിടെയാണ് ഈശ്വരന്റെ സാന്നിധ്യം, അവിടമാണ് ഈശ്വരൻ ഇരിക്കുന്ന ഇരിപ്പിടം. അപ്പൊ ശ്രീകോവിൽ എന്ന് പറയുന്ന ഹൃദയം അത് ഇടതുവശത്തല്ല, അത് നടുവിലാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മഹാഭക്തൻ കൂടിയാണ് ഹനുമാൻ. അപ്പോൾ തൃപ്രയാർ ചെല്ലുമ്പോൾ തൃപ്രയാർ ദേവരെ കാണും, സീതയെ കാണാനില്ല. സീതയ്ക്ക് പ്രത്യേകിച്ച് ഒരു ശ്രീകോവിലാകണമെന്ന ആധുനിക ജനത. ഇന്നത്തെ നമ്മൾ വാസ്തവത്തിൽ അന്ധവിശ്വാസം കൂടുതൽ, വിശ്വാസം തന്നെ ഇല്ല. അങ്ങനെ എല്ലാ തരത്തിലും വളരെ മോശമായ മനസ്ഥിതി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ശ്രീരാമൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ പോലെ ഒരു സീതയുടെ വിഗ്രഹം കൂടി വേണമെന്ന് നമ്മൾ പറയും. ഈ അടുത്ത കാലത്തുണ്ടായ ചിന്തകളാണ്. അപ്പൊ അതേ രീതിയിൽ വേണ്ടാത്ത ചിന്തകൾ. ഒരു ശിവപ്രതിഷ്ഠ നടത്തിയാൽ ശിവലിംഗത്തെ വെച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉടനെ പാർവതി വേണമെന്നൊരു ചിന്ത. പാർവതി അവിടെയുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞത്? ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരു പാർവതിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല. അവിടെ സ്വാഭാവികമായിട്ടും ആ ശിവന്റെ കൂടെ എപ്പോഴും ഉമാമഹേശ്വര ഭാവത്തിലാണ് ഇവർ വർദ്ധിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന കാളിദാസരുടെ ഒരു പ്രാർത്ഥന? വാഗർത്ഥാവിവ സംപ്രകൃതവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലാക്കി തന്നപ്പോൾ വാഗർത്ഥ തുല്യം പിരിയാതെയുള്ള യോഗത്തോടും ലോകപിതാക്കളായി പേർ കേട്ട ഗൗരീ പരമേശ്വരർക്കായി വാക്ക് അർത്ഥബോധം വരുവാൻ തൊഴുന്നേനെന്ന്. വാക്കും അർത്ഥവും പോലെ എപ്പോഴും യോജിച്ചിരിക്കുന്നവരാണ് പാർവതീ പരമേശ്വരന്മാർ. അവർ തമ്മിൽ യോഗമല്ലാതെ വിയോഗം വേർപാടില്ല. അതുപോലെ വാക്കും അർത്ഥവും എപ്രകാരം യോജിച്ചിരിക്കുന്നുവോ അതുപോലെ അല്ലയോ പാർവതീ പരമേശ്വരന്മാരെ, ഞങ്ങൾ ഉച്ചരിക്കുന്ന, ശബ്ദിക്കുന്ന, എഴുതുന്ന, പഠിക്കുന്ന, പറയുന്ന ആ വാക്കുകളുടെ അർത്ഥമെല്ലാം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടാകണമെന്ന് പാർവതീ പരമേശ്വരന്മാരുടെ പ്രാർത്ഥനയാണ് കാളിദാസരുടെ. അപ്പൊ അതേ രീതിയിൽ ഒരിക്കലും വേർപാടില്ലാത്ത പാർവതീ പരമേശ്വരന്മാരെ ദക്ഷയാഗം കഥയിലൂടെ വേർപെട്ടു എന്നെല്ലാം തന്നെ കഥ പറയുമ്പോഴും നമ്മുടെ സനാതന നമസ്കാരത്തിൽ അങ്ങനെ ഒരു വേർപാട് ഇല്ലേ ഇല്ല. ഇനി മറ്റൊരു സംഗതി, അതുപോലെ തന്നെയാണ് രാമന്റെ കാര്യവും. രാമൻ എന്ന് പറഞ്ഞ സാക്ഷാൽ ശിവൻ തന്നെയാണ്. ശ്രീരാമചന്ദ്രനെ നമ്മൾ ശിവനായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ഖര, ദൂഷണ, ത്രിശിരാക്കൾ, 3 ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആ രാക്ഷസന്മാരെ കൂട്ടായിട്ട് ഇങ്ങനെ നിഗ്രഹിക്കുകയും 14,000 രാക്ഷസപ്പടയെ, അത്രയും സംഖ്യ ബലമുള്ള ആ രാക്ഷസപ്പടയെ അതിനെ നിഗ്രഹിക്കുകയും ചെയ്യുന്ന വേളയിൽ രാമായണ അധ്യാത്മരാമായണത്തിലും അതുപോലെ വാൽമീകി രാമായണത്തിലും വളരെ ഭംഗിയായിട്ട് എടുത്തു പറയുന്നു ശ്രീരാമചന്ദ്രൻ ശിവനാണ്. ശ്രീരാമചന്ദ്രൻ ശിവന്റെ അവതാരമാണ് എന്ന് പറയുന്ന രംഗം മനസ്സിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ. അപ്പോൾ ശിവൻ തന്നെയാണെങ്കിൽ ശിവന്റെ ഊർജ്ജസ്വലത, താണ്ഡവമാണെന്ന് ശിവന്റേതായിട്ടുള്ള നൈപുണ്യം അല്ലെങ്കിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ വൈഭവം, ഇതെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ ആ ശിവസ്വരൂപമായിരിക്കുന്ന രാമനും സീതാദേവിയുമായിട്ട് വേർപാടില്ല. കഥയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു മായാസീതയെ ഇരുത്തി സീത അഗ്നിയിലേക്ക് മറഞ്ഞു എന്നുമെല്ലാമാണ്. അവ യഥാർത്ഥ സീതയെ ആർക്കും കിട്ടുകയില്ല. യഥാർത്ഥ സീത ശ്രീരാമന്റെ ധർമ്മപത്നിയാണ്, അവിടെ വിട്ടെങ്ങും പോവുകയുമില്ല. ഇതെല്ലാം തന്നെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കഥയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മെനഞ്ഞെടുത്തപ്പോൾ രാവണൻ വരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, ആയിക്കോട്ടെ. അതെല്ലാം തന്നെ എന്തിനു വേണ്ടി എന്ന് കൂടി ചിന്തിക്കേണ്ട അവസരമാണിത്. രാവണൻ മറ്റാരുമല്ല, കുംഭകർണനും മറ്റാരുമല്ല, ഭഗവാന്റെ തന്നെ പാർഷദന്മാരായ ജൈവിജയന്മാരുടെ 2ാമത്തെ ജന്മമാണെന്നുള്ള മറന്നുപോയിട്ടാണ് രാമായണം വായിക്കുന്നത്. രാമായണത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു ബന്ധം കാണിക്കുന്നില്ല. ഇവർ എവിടെ നിന്നോ വന്നു, എന്താണ് ഇവർക്ക് പറ്റിയത് ഇത്യാദി കാര്യങ്ങൾ ഭാഗവതത്തിൽ വെറും 2 അധ്യായത്തിലൂടെയാണ് രാമായണം പറഞ്ഞിട്ടുള്ളതെങ്കിലും അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജയവിജയന്മാര് സനകാദികളുടെ ശാപത്തിന് വിധേയരായപ്പോൾ ആദ്യം ഹിരണ്യക്ഷന് ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജനിക്കുന്ന 3 ജന്മം എടുക്കേണ്ട ഇവർ, അതാണ് രാവണ കുംഭകർണന്മാർ. അങ്ങനെ വന്നപ്പോൾ ഇവരെ നിഗ്രഹിക്കേണ്ടത് ഭഗവാന്റെ ജോലിയാണ്. ഭഗവാന്റെ ദൗത്യമാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഏതൊരു സങ്കേതത്തിൽ നിന്നാണോ പോകുന്നത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം ജയവിജയന്മാരുടെ പുനർജന്മമായിരിക്കുന്ന
രാവണ കുംഭകർണാദികളെ നിഗ്രഹിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇതെല്ലാം തന്നെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ കാട് കയറിപ്പോകും. ഇന്ന് നമ്മുടെ ഹൈന്ദവ ജനതതി കാട് കയറിപ്പോകുന്നതുകൊണ്ടാണ് മറുപടി പറയാൻ പറ്റാത്തത്. സനാതന സംസ്കാരം തുലയട്ടെ എന്നെല്ലാം തന്നെ തമിഴ്നാട്ടിലെ ഈ പ്രമുഖന്മാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തതികള് ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഒരു കേൾക്കില്ല. ഒരു പ്രത്യേക സമ്പ്രദായക്കാരാണ്. സനാതന സംസ്കാരം എന്ത് എന്നറിഞ്ഞുകൂടാതെ എൻ്റെ അയൽപക്കത്ത് പോലും എത്താൻ ഉള്ള കഴിവില്ലാത്ത ഇവര് സനാതന സംസ്കാരം തുലയട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സനാതനത്വം? ഈ സനാതനത്വം ഇത്തരത്തിലാണ്. രാമൻ വേറെയല്ല, ശിവൻ വേറെയല്ല. ഈ രാവണവും കുംഭകർണാദികൾ വേറെ കഥാപാത്രങ്ങളല്ല. അവരെ മുമ്പും ഇവിടെ ജനിച്ചിരുന്നു. ഹിരണ്യാക്ഷരി ഹിരണ്യേശുമായിട്ട്, ഇനിയും ജനിക്കോ ഒരു ശിശുപാലനും ദന്തവക്രനുമായിട്ട് ഇത്യാദി കാര്യങ്ങൾ അറിയണ്ടേ. ഈ സന്ദർഭത്തിലാണ് വൈദഗ്ധ്യം എന്തെന്നില്ലാത്ത വൈഭവമുള്ള ഹനുമാനെ നമ്മൾ കാണുന്നത്. ആ ഹനുമാന്റെ നെഞ്ച്, ആ ഹനുമാന്റെ ഹൃദയം എന്ന് പറയുന്ന നെഞ്ചിക്കോട്, അല്ലെങ്കിൽ ഈ പറയുന്ന മാറിടത്തിന്റെ നടുവില്, അവിടെയാണ് പിളർന്ന് കാണിക്കുന്നത് ഈ സീതാരാമന്മാരെ. അപ്പൊ ത്രിപ്രയാത്ത വ്യക്തി പ്രത്യേകിച്ചൊരു ഈ പറയുന്ന സീതയുടെ പ്രതിഷ്ഠ ആവശ്യമില്ല. ഹനുമാന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടോ? ഇപ്പൊ അടുത്ത കാലത്താണ് പടിഞ്ഞാറ് വശത്ത് ഒരു വലിയ ഹനുമാൻ വിഗ്രഹമൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. പണ്ട് അതൊന്നുമില്ല. അപ്പൊ ഹനുമാനെ എവിടെ കാണും? അവിടെ എല്ലായിടത്തും. അവിടെ എല്ലായിടത്തും വിരാജിച്ചിരുന്ന ഹനുമാന്റെ ആ ഹൃദയത്തിലാണ് സീതാരാമന്മാർ ഇരിക്കുന്നത് എന്നുള്ള മട്ടിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് രണ്ടുപേരെയും കിട്ടും. ഹനുമാനെയും കിട്ടും, രാമനെയും കിട്ടും. ഹനുമാനും രാമനും വേർപെട്ട് അല്ലെങ്കിൽ വേർതിരിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം പോലുമില്ല. കാരണം എന്താ? ഹനുമാൻ കൊണ്ടു നടക്കുന്ന രാമന് ഹൃദയത്തിലാണ്. അപ്പൊ ഏതൊരു ഹൃദയവാസിയായിട്ടുള്ള രാമനെയാണോ ഇത്തരത്തിൽ കൊണ്ടു നടക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശക്തി സുന്ദരകാണ്ഡത്തിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ കിഷ്കിന്ധകാണ്ഡത്തിൽ ഒടുവിലും എല്ലാം തന്നെ പറയുന്ന പോലെ രാമാങ്കുലീയവും ഉണ്ട് ശിരസിമേ. എന്റെ തലയിലാണെങ്കിൽ രാമന്റെ അങ്കുലിയും ഞാൻ വെച്ചിട്ടുണ്ട്. രാമമന്ത്രമാണെങ്കിൽ എൻ്റെ ചുണ്ടിലുമുണ്ട്. എൻ്റെ ചുണ്ടിൽ വിരിയുന്ന രാമമന്ത്രവും തലയിൽ വെച്ചിരിക്കുന്ന രാമ അങ്കുലിയും ഉള്ളിടത്തോളം കാലം എനിക്കെന്ത് പേടി? വളരെ നീണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ദൂരമുള്ള ഈ സേതു അത് ചാടിക്കിടക്കാനും അക്കരെ ചെന്ന് സാക്ഷാൽ സീതാദേവിയെ കാണാനും ആ എല്ലാ തരത്തിലും അവരുമായിട്ട് കണ്ടുമുട്ടാനും എനിക്ക് യാതൊരു ഭയവുമില്ല എന്ന് പറയുന്ന നിർഭയനായിട്ടുള്ള ആ ഭക്തരെ കാണുന്ന കാരണം എന്താ? രാമ. വളരെ ശക്തമായിരിക്കുന്ന രാമമന്ത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ദ്യോതിപ്പിക്കുകയാണ്. നമ്മൾ സ്മരിക്കേണ്ടത് ആഗസ്റ്റ് 15 വരുമ്പോൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യം നേടിത്തന്ന് ഈ പറയുന്ന മഹാത്മാഗാന്ധി ഒറ്റയ്ക്കല്ല എങ്കിൽ കൂടി അദ്ദേഹം അവസാനത്തെ കണ്ണിയായിട്ട് വന്നത് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് എത്രയെത്ര മഹാനുഭാവന്മാർ ജീവൻ ബലികഴിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങനെ അടരാടിയ അനവധി വ്യക്തികളെ തുടർന്ന് ഒടുവിൽ ഇദ്ദേഹത്തിനായി യോഗം വന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അനവരതം രാമാരാമ എന്നുള്ള ജപധ്യാനത്തിന്റെ ഫലമായിട്ട് അതിനെ കാണണം. നമ്മൾ അത്തരത്തിൽ വേണം ധരിക്കാൻ. എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ രാമമന്ത്രം സദാ ഉരുക്കഴിക്കുന്ന, രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കൊണ്ട് നടക്കുന്ന മെലിഞ്ഞ ശരീരമുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വൈദഗ്ധ്യം അല്ലെങ്കിൽ കഴിവ്, നൈപുണ്യം മുഴുവൻ ഈ രാമമന്ത്രത്തിലാണ്. ഈ രാമമന്ത്രത്തെ അല്ലേ തുടക്കത്തിൽ നമ്മൾ കണ്ടത്? അല്ലയോ രാമ, ഞാൻ ഇങ്ങനെയായത് നിന്റെ മന്ത്രം കൊണ്ടാണ് എന്ന് പറയുന്ന വാൽമീകിയിലൂടെ. വാൽമീകിയെല്ലാം തന്നെ കാട്ടാളായ എന്ന കാലഘട്ടത്തിൽ രാമനില്ല. രാമൻ എന്തൊന്നും അവതരിച്ചിട്ടില്ല. കാട്ടാളനായി അങ്ങനെ നടന്നിരുന്ന ആ സന്ദർഭത്തിൽ ഋഷീശ്വരന്മാർ വന്ന് മരായെന്ന് ജപിക്കാൻ പറയുമ്പോൾ രാമനില്ല. രാമനില്ലാത്തൊരു കാലഘട്ടത്തിൽ മരായെന്ന് ജപിക്കാനും മരായ എന്നുള്ളത് രാമനായിട്ട് മാറാനും അത്തരത്തിൽ രാമൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ രാമമന്ത്രം കരസ്ഥമാകാനും അങ്ങനെ അത്തരത്തിൽ രാമമന്ത്രത്തിലൂടെ ധ്യാനത്തിലേക്ക് വന്നിട്ട് ശരീരം മുഴുവൻ ചിതലുകൾ ഇങ്ങനെ കാർന്നു നിന്ന് കൊണ്ടുപോയി അസ്ഥിപഞ്ജരമാകാനും അങ്ങനെ അസ്ഥിപഞ്ജരമായിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും അതിൽ നിന്നിങ്ങനെ ഉത്ഭവിച്ച് വാൽമീകി കവിശ്രേഷ്ഠനാകാനും എന്താ കാരണം എന്ന് ചോദിച്ചാൽ രാമനാമത്തിൻ നിമിത്തം മഹത്വമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞീടിനെന്ന് വാൽമീകി തന്നെ. അപ്പൊ ഇത്തരത്തിലുള്ള ഹനുമാന്റേതുള്ള കഥയിലേക്ക് കിടക്കുമ്പോൾ രാമമന്ത്രത്തിന്റെ മഹത്വം നമ്മൾ അങ്ങേയറ്റം ഉറപ്പിച്ചേ മതിയാവൂ. നമ്മൾ ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം മാത്രമല്ല, ഒരു നിശ്ചയവും ഈ പറയുന്ന രാമമന്ത്രത്തിലൂടെ വേണം. ത്യാഗബ്രഹ്മം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ത്യാഗബ്രഹ്മത്തിന്റെ കൃതികൾ പഞ്ചരത്ന കീർത്തനങ്ങളായാലും ഇതര കൃതികളായാലും നമ്മെ രസിപ്പിക്കുകയും നമ്മെ കൊണ്ടു നടക്കുകയും നമ്മളെ ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ കീർത്തനങ്ങളെല്ലാം തന്നെ രാമനിൽ ഊന്നിയാണ്. രാമനിൽ തന്നെ ഊന്നി. രാമനെ വിട്ടിട്ട് മറ്റൊരു ദേവതയെ അദ്ദേഹം ഉപാസിക്കുന്നതായിട്ട് കാണുന്നില്ല.
അത്തരത്തിൽ രാമമന്ത്രവും രാമൻ്റെതായിട്ടുള്ള ചിന്തയും രാമന്റെ സാധനയും സേവയും അല്ലെങ്കിൽ ഉപാസനയും നടത്തുന്ന അദ്ദേഹവും രാമമന്ത്രം കൊണ്ടല്ലേ ത്യാഗ ബ്രഹ്മം ആയത്. ബ്രഹ്മം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ സ്വയം ബ്രഹ്മം ആയത് എന്നാണ്, അല്ലെങ്കിൽ നല്ല ബ്രഹ്മസ്വരൂപം എന്ന് പറയാം. അപ്പോൾ ഈ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം സാക്ഷാത് സുബ്രഹ്മണ്യൻ്റെത്. ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മത്തിന് നല്ലൊരു നിർവചനം കൊടുക്കുന്നുണ്ട് ഉപനിഷത്ത്. യഥോവായിമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത്പ്രയന്തി വിസംവിശന്തി തത് വിജിജ്ഞാസസ്വതം ബ്രഹ്മേതി. ഏതൊന്നിൽ നിന്നാണോ ഒക്കെ പൊട്ടിപ്പുറപ്പെട്ട് ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം തന്നെ സൃഷ്ടമായത്, ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണോ ഇതെല്ലാം തന്നെ ഉപജീവിച്ച് ജീവിച്ചു പോകുന്നത്, ഒടുവിൽ ഇതെല്ലാം തന്നെ സംഹരിക്കപ്പെടുന്ന വേളയിൽ ഏതൊന്നിലേക്കാണോ തിരിച്ചു പോകുന്നത് അതിനെ ബ്രഹ്മം എന്നറിഞ്ഞാലും യഥോവാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത്പ്രയന്തി വിസംവിശന്തി തത് വിജിജ്ഞാസസ്വതം ബ്രഹ്മേതി. നമുക്ക് നമ്മുടെ ഇഷ്ടദൈവമായിട്ട് ഈ പഴുവിൽ ഈ പ്രദേശത്തൊക്കെ കിട്ടിയിരിക്കുന്ന ആ മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പേര് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ധന്യരാണ്. കാരണം എന്താ, നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നവരാണ്. അങ്ങനെ ഈശ്വരനെ ഉപാസിക്കുന്ന ഈശ്വരനെ തന്നെ കണ്ണുകൊണ്ട് കണ്ട് എല്ലാ തരത്തിലും സാക്ഷാത്കരിച്ച ഒരു സുഹൃതം നമുക്ക് കിട്ടുന്ന ആ ഈശ്വര സന്നിധ്യത്തിൽ നമ്മൾ വീണ്ടും ആ ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മറ്റൊരു ഭക്തനെ ഹനുമാനെ കാണുമ്പോൾ ത്യാഗബ്രഹ്മവും മഹാത്മാഗാന്ധിയും എന്ന് വേണ്ട ഈ പറയുന്ന ഹനുമാനും ഇവരെല്ലാവരും കൂടി നമ്മെ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ രാമമന്ത്രത്തിന്റെ മഹാത്മ്യമാണ്. താരകബ്രഹ്മ മന്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. താരകബ്രഹ്മ മന്ത്രം എന്താണാവോ താരകബ്രഹ്മ മന്ത്രം? നമ്മൾ സംസാരത്തിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, വീണ്ടും ജനിച്ചു. അങ്ങനെ ഈ സംസാരം എന്ന് പറയുന്ന പുനരവിജനനം, പുനരവിമരണം, പുനരവിജനനീ ജഡരേശയനം എന്ന് പറയുന്ന സംസാരത്തിൽ നിന്ന് തരണം ചെയ്യണമെങ്കിൽ, ഇതിനെ അതിജീവിച്ചുകൊണ്ട് അക്കരെ കിടക്കണമെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു ബോട്ട്, നല്ലൊരു നൗക, നല്ലൊരു വഞ്ചി, നല്ലൊരു മന്ത്രം രാമമന്ത്രമാണ്. അതുകൊണ്ടാണ് രാമമന്ത്രത്തെ നമ്മൾ താരക ബ്രഹ്മ മന്ത്രം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ കാണുന്നില്ലേ, രാമനാമ വരാനനെ, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അപ്പോൾ 1000 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇത് വിഷ്ണുവിന്റെ സഹസ്രനാമം. 1000 നാമങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഏതിന് തുല്യം? ഒറ്റ രാമം മതി, രാമ രാമ രാമ. ആ രാമനാമത്തിന് തുല്യമാണ് ഈ 1000 നാമങ്ങൾ എന്ന് പറയുമ്പോൾ രാമനാമത്തിന്റെ മഹത്വം ഒന്നുകൂടി ശതഗുണി ഭവിച്ചില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള രാമമന്ത്രത്തെ സ്വീകരിച്ചിരിക്കുന്ന ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ കാണുന്നത് സമുദ്രലംഘനവും അതിനെ തുടർന്ന് സീതാദർശനവും സീതയുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ ലങ്കയെ മർദ്ദിക്കുന്നതും ലങ്കയെ ദഹിപ്പിക്കുന്നതും എന്നിട്ട് തിരിച്ചു പോരുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. ഇതെല്ലാം തന്നെ ഇവിടെ പാരായണം ചെയ്യുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഈ പാരായണം ചെയ്യുന്ന ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് സ്പർശിച്ച് സംസാരിക്കാൻ കഴിയും. ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഹനുമാൻ എന്ന് പറയുന്ന രാമഭക്തന് സീതാദേവിയെ കാണാനുള്ള യോഗം. ആദ്യം നമ്മൾ കാണേണ്ടത് സീതാദേവിയെ കാണാനുള്ള യോഗം. സീത എന്ന് പറയുന്നത് അത്തരത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ദേവീ സ്വരൂപമല്ല, അത് വിദ്യയാണ്. സീത എന്ന് പറയുന്ന വിദ്യയാണെങ്കിൽ വിദ്യ കരഗതമാകണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള യോഗ്യത. അപ്പൊ എലിജിബിലിറ്റി എന്ന് പറയുന്ന യോഗ്യത ഉള്ളവന് മാത്രമേ സീതാദേവിയെ കിട്ടുകയുള്ളൂ. ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സീതാദേവി മായാസീതയാകട്ടെ അല്ലെങ്കിൽ ഒറിജിനൽ സീതയാകട്ടെ എന്തുമാകട്ടെ, ആ സീതാദേവിയെ മാരീചന്റെ സഹായത്തോടുകൂടി അപഹരിച്ചു കൊണ്ടുപോയ രാവണന് തൻ്റെ ലങ്കയിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് കയറ്റാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പിടിച്ചുകൊണ്ട് പോകാമെങ്കിൽ അകത്തുകൊണ്ട് വയ്ക്കാമായിരുന്നില്ലേ? അപ്പൊ അത്തരത്തിൽ അകത്തേക്ക് കടത്താൻ പറ്റാതെ സീതാദേവിയെ പുറത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരുത്തണമെങ്കിൽ അപ്രാപ്യമായിരിക്കുന്ന ഒരവസ്ഥ ഇതിനുണ്ട്. അതിനുള്ള കാര്യവും കൂടി ചിന്തിച്ചിട്ട് നമുക്ക് പോകാം. രാവണൻ എന്ന് നമ്മൾ പറയുമ്പോൾ രാവണനെയും അതുപോലെ കുംഭകർണനെയും കാമത്തിന്റെ സ്വരൂപങ്ങളായിട്ടാണ് കാണുക. നിങ്ങൾ താടകയെ കൊല്ലുന്ന രാമനെ കണ്ടില്ലേ തുടക്കത്തിൽ? ഈ താടകയെ കൊല്ലുന്ന രാമൻ താടകയെ പറ്റി പറഞ്ഞത് എന്താണ്? ആ ഭാഗത്ത് താടക എന്ന് പറയുമ്പോൾ കാമരൂപിണി. അപ്പൊ എല്ലാ തരത്തിലും അവിടെ നമ്മളിൽ കാമം ജനിപ്പിക്കുന്ന, ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉദിപ്പിക്കുന്ന, അത്തരത്തിൽ നമ്മളെ നാശോന്മുഖമാക്കുന്ന പ്രവണത അത് ഇല്ലാതെയാക്കിയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഒറ്റ അമ്പ് എയ്തുകൊണ്ട് അതിനെ കൊന്നു. അതുപോലെ തന്നെ രാവണനും കുംഭകർണനും രണ്ടുപേരും
കാമരൂപികളായതുകൊണ്ട് ആ കാമരൂപികൾ അധിവസിക്കുന്ന സ്ഥലത്ത് വിദ്യയ്ക്ക് പ്രവേശനമില്ല. വിദ്യയ്ക്ക് അങ്ങോട്ട് കടക്കാൻ അറിയില്ല, അല്ലെങ്കിൽ സാധിക്കുകയില്ല. വിദ്യയെ അങ്ങോട്ടേക്ക് കടത്താൻ ഇവർക്കും സാധിക്കുകയില്ല. രാമനെ പറ്റി പറയുമ്പോഴും പലവട്ടം ആചാര്യന്മാർ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് രാമൻ ചെല്ലണമെങ്കിൽ അവിടെ കാമൻ പാടില്ല എന്നാണ്. കാമൻ കാമദേവൻ കാമം. അപ്പൊ ഈ കാമം എന്ന് പറയുന്നതോ കാമം, മോഹം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരമ്പരയായിട്ട് 6 കൂട്ടം കാര്യങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. കാമം ആദ്യത്തേത്, തുടരുന്നു അതിന്റെ പിന്നാലെ കാമം, ക്രോധം, അതായത് ലോഭം, മോഹം, മതം, മാത്സര്യം. നമ്മുടെ ശരീരാന്തർഗതമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷയവികാരങ്ങൾ അതെല്ലാം തന്നെ ഉണ്ടാകുന്ന കാമത്തിൽ നിന്നാണ്. കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലസ്റ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദം മാത്രം പ്രയോഗിച്ച പോലെ കാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ തരം ആഗ്രഹങ്ങളുമാണ്. ആശകളും ആഗ്രഹങ്ങളും അത്തരത്തിൽ മോഹങ്ങളും എല്ലാം തന്നെ വന്നുകൂടുമ്പോൾ മായാജന്യമായിട്ടുള്ള കാമദേവന്റെ കാമത്തിന്റെ അത് അടിത്തറയാണ്. അതിന്മേലിങ്ങനെ പടുത്തുയർത്തുകയാണ്. ഷഡ്വൈരികൾ എന്ന് പറയുന്ന ഷഡ്ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. നമ്മുടെ ശരീരത്തെ തന്നെ ഉറ്റുനോക്കിയാൽ താഴത്ത് നിന്ന് തലവരേക്ക് കടക്കണമെങ്കിൽ പടിപടിയായിട്ട് നമ്മൾ കടന്നു കയറുമ്പോൾ ആ ഏണിപ്പടികളിൽ നമ്മെ ഉപദ്രവിക്കുന്ന 6 കൂട്ടം ശത്രുക്കളാണ് ഈ ഷഡ്വൈരികളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പൊ ഇത്തരത്തിൽ 6 കൂട്ടം കാര്യങ്ങളുടെ അച്ഛൻ ആരെ എന്ന് ചോദിച്ചാൽ കാമം തന്നെയാണ്. അപ്പോ ഏറ്റവും ശക്തനായിരിക്കുന്ന കാമന്റെ പ്രതീകമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം തന്നെ വ്യക്തിവൽക്കരിക്കുമ്പോൾ, പേഴ്സോണിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന രൂപവും ഭാവവുമാണ് രാവണനും കുംഭകർണനും. അപ്പോൾ രാവണനും കുംഭകർണനും അധിവസിക്കുന്ന കാമത്തിന്റെ സ്ഥാനത്ത് വിദ്യയെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ആ വിദ്യാദേവിയുടെ ഭർത്താവായിരിക്കുന്ന വിദ്യേശ്വരൻ രാമൻ എന്ന് പറയുന്ന ആ ഈശ്വര ചൈതന്യത്തെയും വാസ്തവത്തിൽ അങ്ങോട്ടേക്ക് ഇറക്കാൻ അനുവദിക്കുന്നില്ല. അപ്പൊ എന്തു വേണം? രാമൻ അവിടെ ചെല്ലണമെങ്കിൽ കാമൻ നശിക്കണം, അല്ലെങ്കിൽ രാമൻ ചെന്നാൽ കാമൻ നശിച്ചിരിക്കും. അപ്പോൾ കാമനും രാമനും ഒന്നിച്ചു വസിക്കുകയില്ല എന്നുള്ള തത്വവും രാമന്റെ പട്ടമഹിഷിയായിരിക്കുന്ന സീതാദേവി